എല്ലാവർക്കും അഭിയുണരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് സ്കോട്ട്ലാൻഡിലെ എഡിംബ്രയിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് അതിൽ കണ്ടത് എഡിംബ്ര കാസലിൽ പോയതും പിന്നെ റോയൽ മൈലിൽ കറങ്ങുന്നതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ കാൾട്ടൺ ഹില്ലിലേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏകദേശം നമ്മൾ നടന്നെത്താറായിട്ടുണ്ട്. നേരെ കാണാനാണ് കാൾട്ടൺ ഹില്ല്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും കുറേ ദേ കിടക്കുന്നുണ്ടല്ലേ, ഹോപ്പ് ബസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാൻവാസ് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട്. 16 പൗണ്ട് തൊട്ട് നമുക്ക് ഹോപ്പ് ബസ് ഉണ്ട്. സിറ്റി ടൂറും പിന്നെ സിറ്റിയുടെ ഔട്ട് സൈഡിലും ഒക്കെ ആയിട്ട് ഒരു ദിവസത്തെ ട്രിപ്പ്, 48 hours ട്രിപ്പ്, അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പ് അങ്ങനെയൊക്കെ നമുക്ക് ബുക്ക് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ബസ്സുകൾ. അപ്പോൾ ഇന്നിന് സമയമില്ല. ഇന്നിനിപ്പോൾ നമുക്ക് ഇപ്പോൾ 2 മണി ആവാറില്ല. ഇനിയിപ്പോൾ സമയമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ കാൾട്ടൺ ഹില്ല്. നമ്മൾ നടന്നെത്തി. കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്താം. അത്യാവശ്യം നല്ലോണം കയറാനുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് കയറിയിട്ട് വരാം. അതിൻ്റെ മുകളിൽ പോയിട്ട് ഇവിടെ കുറേ ഇതേപോലെ ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. എന്തായാലും മുകളിൽ കയറി നോക്കിയിട്ട് വരാം. എന്തായാലും കയറ്റം കയറി വന്ന് കൊഴുത്തായിട്ടാ കാണാനുണ്ട്, അടിപൊളി. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. കുന്നിൻ്റെ മുകളിലെത്തി. നല്ല തണുപ്പുണ്ട്, പിന്നെ നല്ല സ്കൈയാണ്, നല്ല വെയിലുണ്ട്. അതാരം കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു പീരങ്കിര മോഡൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, നേരെ അവിടെ ഒരു സ്ട്രക്ചർ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇവിടെ വന്നിട്ട്. അപ്പം നെൽസൺ മോണിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാൾട്ടൺ ഹില്ലിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ നമ്മളുള്ളത്. അപ്പം കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ, ഇനിയും കുറേ നടക്കാനുണ്ട്. അവിടെ പോയിട്ട് കുറേ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. പിന്നെ ഈ കാണുന്നത് നെൽസൺസ് മോണുമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ 143 സ്റ്റെപ്പ് ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിന് ചുറ്റും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും കയറി നോക്കട്ടെ. ഈ കാണുന്നതാണ് നെൽസൺസ് മോണുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോണുമെൻ്റ്. അപ്പോൾ ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഉള്ളത്, 143 സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ നല്ല വെയിലുള്ളവരെ കൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എഡിംബ്ര ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് നോക്കിയിട്ട് പറ്റേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഈ കാൾട്ടൺ ഹില്ലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. വെയിലുള്ളതുകൊണ്ട് തന്നെ കുറേ പേര് ഇവിടെ വെയിൽ കാഞ്ഞിരിക്കണമൊക്കെ ഉണ്ട് കണ്ട. ഇതൊന്നും നേരത്തെ പറഞ്ഞ ആ ഒരു മോണുമെൻറ്റ്, നെൽസൺ മോണുമെൻറ്റ്, അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട്. കയറാൻ പറ്റും നോക്കാം, അത്രയും സ്റ്റെപ്പ് കയറണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കയറാം. അല്ലെങ്കിൽ ചിലപ്പോൾ വായന്ന് പത വരും. അവിടെ എല്ലാത്തിൻ്റെയും ബോർഡുകളും വിവരണങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഈ കാണുന്നത് ഹോളിവുഡ് പാലസ് എന്ന് പറഞ്ഞിട്ടൊരു പാലസാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പാർലമെൻറ്റ് ബിൽഡിങ്ങൊക്കെ. അപ്പോൾ അവിടേക്ക് നമ്മൾ നെക്സ്റ്റ് ഡേ പോകുന്നുണ്ട്. അപ്പോൾ കാൾട്ടൺ ഹില്ലിലേക്ക് വരുന്നത് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കി വരിക. അപ്പോൾ കുറേ പേര് കൂടി നിന്ന് ബിയറൊക്കെ പൊടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു അവർ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അവിടെ ബീച്ച് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര ദൂരമൊന്നും അറിയില്ല നമുക്ക്. എനിക്കെന്താണോ ഈ സ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കാൾട്ടൺ ഹില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിലും ഇതേപോലെ നടക്കാനൊക്കെ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സംഭവങ്ങളും ഇങ്ങനെ ഉണ്ട്. കുറേ പേര് ഇവിടുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വന്ന് കണ്ടു പോകാനുള്ള ആൾക്കാരല്ലേ. പിന്നെ കണ്ടില്ലേ ഫുള്ള് വ്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ മറ്റേ കൈവരിയൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കുക. പക്ഷെ അടിപൊളി ലുക്ക് ഉണ്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ടോ. നമ്മൾ അവിടെ നിന്ന് വന്ന് ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡിംബ്ര സിറ്റി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാം. അടിപൊളി. താഴെ കൂടെ വണ്ടിയൊക്കെ പോകണമെങ്കിൽ നൈറ്റ് ഒരു വേറൊരു വൈബായിരിക്കും, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ടല്ലേ. കണ്ടില്ലേ, ഇപ്പം ഏകദേശം ഇപ്പോൾ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. 3:15 3:45 സൺസെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് കാൾട്ടൺ ഹില്ല്. അപ്പോൾ നേരെ കാണുന്നതാണ് ഒരു നെൽസൺ മോണിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറണമെന്ന് ഇങ്ങനെ ആലോചിക്കണം. 143 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കട്ടെ, പറ്റിയാൽ കയറിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടുത്തെ മുഴുവൻ കണ്ടു കഴിഞ്ഞു. എനിക്ക് ലണ്ടനിൽ പോയേക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു ഈ സ്കോട്ട്ലാൻഡ്. ഒന്നാമെന്ന് പറഞ്ഞാൽ അധികം റഷില്ല ആൾക്കാരുടെ. ഇതിപ്പോൾ നമ്മൾ മണ്ടേയാണ് വന്നിട്ടുള്ളത്, അധികം റഷില്ല. പിന്നെ എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട് കുറേ സംഭവങ്ങൾ. ഈ ഒരു സ്ട്രക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു നാഷണൽ മോണ്യുമെൻ്റ് ആണ് ഇവിടുത്തെ സ്കോട്ട്ലാൻഡിലത്തെ. 1822-29 ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1803 തൊട്ട് 1815 വരെ നീണ്ടുന്ന ഒരു വാർ ഉണ്ടായിരുന്നു. ആ വാറിൽ മരിച്ചുപോയ സോൾജേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണിതത്. അപ്പോൾ 1822 സ്റ്റാർട്ട് ചെയ്തിട്ട് 1829 ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു നാഷണൽ മോണ്യുമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കാൾട്ടൺ ഹില്ലിൻ്റെ മുകളിലുള്ള നാഷണൽ മോണ്യുമെൻറ്റ്. ഇത് നെൽസൺ മോണ്യുമെൻറ്റ്. ഓക്കെ, നമുക്ക് പോവാം. ആക്ച്വലി 1822 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതായിരുന്നു പണിയാൻ വെച്ചിരുന്ന ഒരു സ്ട്രക്ചർ കേട്ടോ. അതായത് ഇതൊരു ഗ്രീക്ക് സ്റ്റൈലിലാണ് ഇത് പണിയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഏതൻസിലുള്ള ഈ ഒരു ബിൽഡിങ് പോലെയാണ് ഇത് പണിയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത്രയും ആയപ്പോഴേക്കും അവർ ഫണ്ട് തീർന്നിട്ട് അത് നിന്നു. പിന്നീട് അത് പൂർത്തിയാക്കിയില്ല. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തെ സ്ട്രക്ചർ. അപ്പോൾ ഇതിലെവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1829 ഈ മോണ്യുമെൻറ്റിൻ്റെ പണി ഇവിടെ നിർത്തിവെച്ചു. പക്ഷേ കാൾട്ടൺ ഹില്ലിലുള്ള ഈ ഒരു ഗ്രീക്ക് സ്റ്റൈലിലുള്ള ഒരു സ്ട്രക്ചർ കാരണം കൊണ്ട് തന്നെ ഇതിന് ഏതൻസ് ഓഫ് ദി നോർത്ത് എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നെൽസൺ മോണ്യുമെൻറ്റിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1807 തുടങ്ങി 1815 ഇതിൻ്റെ പണി കഴിയുന്നത്. ഇതിന് ഏകദേശം 30 മീറ്ററിൽ കൂടുതൽ ഉയരം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ 10 മണിയാവും ഇത് ഓപ്പൺ ആകുമ്പോൾ രാവിലെ. അങ്ങനെ നമ്മൾ ആ മോണ്യുമെൻറ്റിൻ്റെ മുകളിൽ കയറിയിട്ടാണ്, നെൽസൺ മോണ്യുമെൻറ്റിൻ്റെ. അപ്പോൾ നോക്കിയേ, ഫുള്ള് 143 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നല്ലോണം കയറാനുണ്ട്, അത്യാവശ്യം ഒരു നാരോ സ്റ്റെപ്സ് ആയിരുന്നു. ഓക്കെ, നോക്കിയേ, സിറ്റി ഇവിടെ കാണുന്നുണ്ടോ? അടിപൊളി. അപ്പോൾ ഈ കാണാണ് ഇവിടുത്തെ ഒബ്സർവേറ്ററി. ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്നുള്ളത്. അപ്പോൾ നേരെ കാണാനോ ഒബ്സർവേറ്ററി. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ ഈ കാണുന്നതാണ് നാഷണൽ മോണ്യുമെൻറ്റ്. ഇവിടുത്തെ നല്ല കാറ്റുണ്ട് അതിൻ്റെ മുകളിൽ. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സീ കാണാനുണ്ട്. ഫുള്ള് എഡിൻബ്രയുടെ കംപ്ലീറ്റ് വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ സ്ട്രക്ചറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നേരെ കാണുന്ന റോയൽ മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ പോയില്ലേ, അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റോയൽ മൈൽ എല്ലാം ഇവിടെ ഏതൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് ഇതിൻ്റെ ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ട്രാഫിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ, ഇതിങ്ങനെ കാണാനായിട്ട്. ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ കാണാണ് പാലസ് ഓഫ് ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ മനസ്സിലായാണ്. അപ്പോൾ നമ്മൾ നെൽസൺ മോണ്യുമെൻറ്റ് കണ്ടിട്ട് ഇറങ്ങിയിട്ട്, അതെ ഇതിപ്പോൾ നാഷണൽ മോണ്യുമെൻറ്റിൽ ഇവിടെ കുറേ പേര് അതിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ചൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു
മറ്റേ നെൽസൺ മോണ്യുമെൻറ്റ്. കയറിയത് എന്തായാലും പുറത്തായി. അത് അതിൽ കയറാൻ വേണ്ടിയിട്ട് 6 പൗണ്ട് എൻട്രൻസ് ഫീസ് ഉണ്ട്. കാർഡ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറുന്നവിടെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ കയറണം. അപ്പോൾ മുകളിൽ കയറുന്നതിന് അവർ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും. അതായത് സ്റ്റെപ്സ് ഉണ്ട്. ഇത്രയും സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് തന്നെ നാരോ സ്റ്റെപ്സാണ്, അൺഈവൻ സ്റ്റെപ്സാണ്. അപ്പോൾ ആ സ്റ്റെപ്സിൽ നമ്മളെടുത്ത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കയറുന്ന വീഡിയോ ഒക്കെ കാണിക്കേണ്ടിരുന്നത്. പിന്നെ മുകളിൽ കയറിയിട്ട് ഈ കൈ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ കണ്ടില്ലേ, കൈ പുറത്തേക്കിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലും ഒരാൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മളെ നോക്കാനൊക്കെ ആയിട്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇൻസ്ട്രക്ഷൻസ്. പിന്നെന്താ, ആ നെൽസൺ മോണ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നെൽസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്മിറൽ ഉണ്ടായിരുന്നു. അപ്പോൾ 1800-കളിൽ പുള്ളി ഒരു മെയിൻ ഒരു വാർ ഉണ്ടായിരുന്നു സ്പെയിനിൻ്റെ കോസ്റ്റൽ ഏരിയയിൽ. അപ്പോൾ ആ സീൽ വെച്ചിട്ടുള്ള ആ ഒരു വാറിൽ ഇവർ സക്സസ് ആയി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ ഈ ഒരു നെൽസൺ മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് പണിയെടുപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ കാൾട്ടൺ ഹില്ലിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വന്നല്ലേ, ഇവിടെ കണ്ടില്ലെങ്കിൽ അതേപോലെ കുറേ ചെയറൊക്കെ ഇട്ടുകൊണ്ടിരിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ കുറേ നടക്കാനുള്ളതല്ലേ. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. 3:45 ആകുമ്പോഴേക്കും 1 മണിക്കൂർ, അത് കഴിഞ്ഞാൽ സൺസെറ്റായി. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് വല്ല ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടോ നോക്കാം. അവിടെ അങ്ങോട്ട് പോവാം. അവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ്, ഒരു കാർണിവൽ ഉണ്ടായിരുന്നില്ല നമ്മൾ വന്നപ്പോൾ കണ്ടത്. അവിടുത്തെ ഒരു റൈഡ് നോക്കിയാൽ അതിൻ്റെ മുകളിൽ ആൾക്കാർ തൂക്കിയിട്ട് കറക്കണത്. ഓക്കെ, നമ്മളിപ്പോൾ കാൾട്ടൺ ഹില്ലിൻ്റെ അവിടെ നിന്ന് തിരിച്ച് നടക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കയറിയത് മുഴുവൻ ഈ ഇറങ്ങി ഉണ്ടാക്കണം. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഓൾഡ് സിറ്റി കൂടെ ഈ മോഡേൺ ആയിട്ടുള്ള ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ലുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടില്ല നേരത്തെ, അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ആ റൈഡ് നമ്മൾ നേരെ കണ്ടത് കേട്ടോ. ഒരു അപാര റൈഡാണത്. ഓക്കെ, വൈകുന്നേരം ആയപ്പോഴേക്കും ആൾക്കാരൊക്കെ തിരക്ക് കൂടി. ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്നും പോയി നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഹോപ്പ് ഓൺ ബസ്സിൻ്റെ ആൾക്കാർ കൺവേഴ്സ് ചെയ്യാൻ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൾക്കാരെ ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റൈഡിൽ. ഒരു അപാര റൈഡുണ്ടത്. ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങാറായിട്ടുണ്ടെന്ന് കൊണ്ടിട്ടത്. ഇപ്പോൾ സ്റ്റാർട്ടാകും മിക്കവാറും അത്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കടക്കാനുള്ള വഴി നോക്കി കൊണ്ട് നടക്കുകയാണ്. അപ്പം വൈകുന്നേരം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല തിരക്കായി. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ട്, തണുപ്പും കൂടി. അപ്പോൾ ഈ കാണാനാണ് ഇവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഇതാണ് എൻട്രൻസ്. നല്ലോണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് വന്നത് ആ ഫെറിസ് വീലിൻ്റെ അടുത്ത് നിന്നാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു ഈ എൻട്രൻസിൻ്റെ അവിടേക്ക്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ നൈറ്റിലൊരു ക്രിസ്മസ് മാർക്കറ്റും നൈറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.